നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ എന്നോട് സ്നേഹത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ദൈവത്തിന്റെ ആ ഒരു വലിയൊരു വാഗ്ദാനത്തിന്റെ വലിയ ഒരു ശക്തിയാണ്. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കുക. ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ സഹായിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ മേഖലകളെല്ലാം. അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല, അത് മനുഷ്യരുടെ ഉത്തരവാദിത്തമല്ല, മറ്റു വസ്തുക്കളുടെയോ മറ്റൊന്നിന്റെയും ഉത്തരവാദിത്തമല്ല. സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ദൈവത്തിന് അവകാശമാണ് ദൈവത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ സംരക്ഷണം മനുഷ്യ മക്കൾക്ക് ലഭിക്കണം എന്നുള്ള വലിയൊരു അനുഗ്രഹം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും, അപ്പോൾ നിങ്ങളിൽ നിന്നും പിശാച് ദൂരെ അകന്നു പോകും. അപ്പോ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലുള്ള എല്ലാ കുറവുകളോടും കൂടെ തന്നെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്നാൽ. നമ്മൾ പെർഫെക്റ്റോടുകൂടെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പാപാവസ്ഥകളുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ചിന്തയോട്, ദൈവിക അനുഗ്രഹത്തിന്റെ മേഖലകൾക്ക് വിശ്വാസത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആരാധനയോടുകൂടെ, ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മള് ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിൽ പോലും നമ്മുടെ നിത്യേന ജീവിതത്തിൽ നമ്മളൊന്ന് മാറി നിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. ആരാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്? ആരാണ് ചേർന്ന് നിൽക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? കേൾക്കാമോ? നമ്മള് പ്രാർത്ഥനയിലിരിക്കുന്നവര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണല്ലോ. ഏതാണ്? നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ആ പ്രാർത്ഥനയില, അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ചേർന്ന് നിൽക്കുവാൻ പരിശ്രമത്തിലാണ്. ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അതെ അതെ. ഒരു പരിശ്രമത്തിൽ, ആഗ്രഹത്തോടുകൂടെ ആഗ്രഹിച്ച് ഒരു പരിശ്രമത്തിലാണ് നമ്മളായിരിക്കുന്നത്. പുറമായി നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമസ്ഥരാണ്, അല്ലെ? അതെ. അപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് അതിന് പോലും യോഗ്യതയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവിക വിചാരം, ദൈവിക ചിന്ത, ദൈവിക ആഗ്രഹങ്ങള്, ദൈവഹിതം, അനുസരണം, വിധേയത്വം, എളിമ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന പുണ്യങ്ങളെല്ലാം ഈ ദൈവ അനുഗ്രഹത്തോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പൊ നമുക്ക് എളിമപ്പെടാൻ കിട്ടുമ്പോൾ നമ്മള് ചില ജീവിതങ്ങള് നല്ല കൃപയോടുകൂടെ ജീവിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മള് ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് ചോദിക്കുകയോ പറയുകയോ ഒരു കറക്ഷനായിട്ട് നമ്മൾ പറയുകയോ ചെയ്യുമ്പോൾ അവരിലുള്ള മാനുഷിക തലം ഉയർന്നു വരും. അപ്പൊ എന്നെ ഉപദേശിക്കാറായോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സെന്റ് ഫ്രാൻസിസ് അസീസി ഒക്കെ വയലിൽ കൂടി നടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് അസീസിയോട് പറയുന്ന ആ വയലിലെ കർഷകന്റെ മുഖത്തിൽ നിന്ന് പോലും ഈശോയെയാണ് കാണുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഉപദേശിച്ചു പോകുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കണില്ല. പക്ഷെ കൂടെ ഉണ്ടായ കൂട്ടുകാരനോട് പറയും, കണ്ടോ ഈശോ എന്നെ ഉപദേശിക്കുകയാണ് എന്ന് പറയുന്നു. എന്താ കാര്യം? അവന്റെ ഉള്ളില് ദൈവിക പ്രകാശം ആ സമയങ്ങളില് ഉജ്ജ്വലിക്കുന്നത് മനുഷ്യരിൽ കൂടി അതിന്റെ ഒരു സ്ഥിരപ്രതിഷ്ഠ നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ എളിമയോടുകൂടെ സ്വീകാര്യമാവുന്ന ദൈവിക ചിന്തകളെ അവഗണിക്കാതിരിക്കുവാൻ സെന്റ് ഫ്രാൻസിസ് അസീസി എപ്പോഴും, വിശുദ്ധർ മിക്കവരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെ, പക്ഷെ ഇന്ന് സാധാരണ ഒരു കൃപയുള്ള ഒരു ജീവിതത്തിന്റെ മുമ്പിൽ നമ്മള്, എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. വചന പ്രഘോഷണം നടത്തുന്നവർ മുതൽ വലിയ പ്രഘോഷണമല്ല, സാധാരണ ജീവിതം നയിക്കുന്നവരിൽ പോലും ഒരു കാര്യം, ഒരു കറക്ഷൻ കണ്ട, ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല കറക്ഷൻ ചെയ്യണം, പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു ദൈവീക ചിന്തയിൽ നിന്നാണ് അത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് നമ്മളൊക്കെ എനിക്കൊക്കെ പറഞ്ഞു തരാൻ ആളില്ലാഞ്ഞതുകൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ ഇത്രമാത്രം അധപതിച്ച ജീവിതത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ ആരെങ്കിലും പറഞ്ഞു തരാനായിട്ട്, അത് ഉപദേശിച്ചു തരാനൊക്കെ അതുകൊണ്ട് ഞാൻ ഈശോയോട് പറയാണ്, കർത്താവേ, എന്റെ ഭാഗത്ത് വരുന്ന വീഴ്ചകള് എനിക്ക് മനസ്സിലാകാതെ വരുമ്പോ അത് എന്നെ തിരുത്താനായിട്ട്, എന്നെ ശിക്ഷിച്ച്
എന്നെ സഹായിക്കണമേ. എൻ്റെ ആ കുറവുകളുടെ മേല് എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി അത് എനിക്ക് ബോധ്യപ്പെടുത്തി അത് തിരിച്ചറിവോടുകൂടെ തിരുത്താൻ. അതായത് നമുക്കൊരു കാര്യം പറയുമ്പോൾ അത് സ്നേഹപൂർവ്വം സ്വീകരിക്കണമെങ്കിൽ ഉള്ളിൽ ആര് വേണം? ഉള്ളിൽ ആര് വേണം? ദൈവം വേണം. ദൈവം വേണം. അതെ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വേണം നമുക്ക്. ദൈവം ഉണ്ടെങ്കിലാണ്, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഏതിനെയും നമുക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പൊ അതിന് മുമ്പുള്ള വർഷം അത് ഞങ്ങളുടെ കുടുംബ യൂണിറ്റില് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാ എല്ലാത്തിലും കൂടി തലയിടണം, എന്തിനാ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പതുക്കെ പുറകിലേക്ക് വലിയാനുള്ളൊരു ഇത് തോന്നി. പക്ഷെ എങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ തോന്നണില്ല. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് മാറി നിന്നു. എന്നിട്ട് പക്ഷെ അപ്പൊ എന്നെ നന്നായിട്ട് തന്നെ അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ സാധാരണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്റെ മനസ്സില് ഒരു വല്ലാത്തൊരു വിങ്ങല് വേദനയും വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ സമയങ്ങളില് ഈ പ്രാവശ്യം അങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ല. അപ്പൊ ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാകുക? സാധാരണ അങ്ങനെ അല്ലല്ലോ ഞാനിങ്ങനെ അവഗണന ഒത്തിരി അനുഭവിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് ഒരു അതൊരു വലിയൊരു ഫീലിംഗേ അല്ലാത്തൊരു രീതിയിൽ, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിന് അതൊരു സ്പർശനം. നമുക്ക് തീമ തൊടുമ്പോ നമുക്ക് എന്തുണ്ടാവും? തീമ തൊടുമ്പോ എന്തുണ്ടാവും? ചൂടുണ്ടാവും, പൊള്ളില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പൊള്ളേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ തൊടുമ്പോ നമുക്ക് പൊള്ളും. പക്ഷെ പൊള്ളുന്നില്ല. പൊള്ളാതെ നമ്മളെ വേദനിപ്പിക്കാതെ വളരെ ഞാനിങ്ങനെ കുറെ പ്രാവശ്യം ആലോചിച്ചു, കർത്താവ് അതെന്താണ് എനിക്കൊരു വിഷമമൊന്നും തോന്നാഞ്ഞത്? എന്തുകൊണ്ടാണ് എനിക്കതേക്കുറിച്ച് വേവലാതിയൊന്നും തോന്നാഞ്ഞത് എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് ആ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് സാധാരണ നോർമലി ഞാൻ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് കുറച്ച് പാടാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സമയമെടുക്കും ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് കുറച്ച് റിക്കവർ ചെയ്യാം. പക്ഷെ എനിക്ക് ആ സമയങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്നെ ബാധിക്കാത്ത വിഷയമായി. എന്നെ സംബന്ധിച്ച് അത് ഒന്നും അല്ലാത്ത രീതിയിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇപ്പോ ഞാൻ സാധാരണ വ്യക്തിയാണെങ്കിലും അസാധാരണമായ ദൈവിക ശക്തി എന്നെ നയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യാനും ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ ദൈവം അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള നല്ല ഉറച്ച ബോധ്യം എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ ദിവസവും. ദൈവം നിന്നെ സഹായിച്ചില്ലേ പിന്നെ ആരും നിന്നെ സഹായിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ അങ്ങ് സഹായിച്ചില്ലെങ്കിൽ ആരും എന്നെ സഹായിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പിടിവലി നടത്തുന്നത് കർത്താവിന്റെ മുമ്പിലാണ്. അപ്പൊ നമ്മള് നോർമലി മനുഷ്യരിൽ കൂടി സഹായം ലഭിക്കാൻ വേണ്ടി മനുഷ്യരെ ആശ്രയിക്കും. നോർമലി എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഇപ്പൊ മക്കളുണ്ടെങ്കിൽ മക്കളോട് പറയും, കുടുംബത്തിൽ അങ്ങനെ ഓരോ ബന്ധങ്ങളോട് പറയും, ഏതെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ. പക്ഷെ എല്ലാവരും അവരവരുടേതായ എക്സ്ക്യൂസ് പറഞ്ഞ് കൈയൊഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും ആ നിരാശപ്പെട്ട അനുഭവത്തിന്റെ ഇടയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി ആ ഒരു അവലാദ്യം പറയുന്നത്. പക്ഷെ എന്റെ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ആരെങ്കിലെയൊക്കെ നമ്മള് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തില് കർത്താവ് ശക്തമായി ഇടപെടുന്നത്. അതുകൊണ്ട് ചേർന്ന് നിൽക്കാതെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് വരില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നുള്ള, നമുക്കിപ്പോ അതിൽ നിന്നൊരു വിഷമം വന്നാലും നമ്മുടെ ഉള്ളിൽ അത് നമ്മുടെ ഹൃദയത്തിന് പരിക്കേൽക്കാതെ നമ്മുടെ ചിന്തകളെ സുരക്ഷിതമായി നിലനിർത്തുവാൻ സംരക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്തു പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കാതെ കടന്നു പോകണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് മറിയത്തിന്റെ സ്തോത്ര ഗീതം വായിക്കാം. ജാൻ ചേച്ചി വായിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ
55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നമുക്ക് കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിക്കാം. നമുക്ക് ഈശോ നൽകുന്ന വചനഭാഗം. നമ്മുടെ ദൈവം നമ്മളെ എപ്പോഴും സഹായിക്കാൻ വളരെ സന്നദ്ധനാണ്. അതായത് അത് നമ്മുടെ ജീവിതത്തില് വ്യക്തിപരമായി ഒരു അറിവില്ലാത്തിടത്തോളം കാലം നമുക്കൊരു മാനസികമായ ഞെരുക്കം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്നവരെല്ലാവരും കഴിവും കരുത്തുറ്റവരും എല്ലാ തരത്തിലും നമ്മളെ സഹായിക്കുമെന്ന് നല്ല ഉറപ്പുള്ളവരായിരിക്കാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അതൊരു അനുഭവമോ ഫലമോ ലഭിക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ടാവുന്ന വിഷമം എന്തായിരിക്കും? ഭയങ്കര വലിയ വിഷമമായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മള് പലരുടെയും വ്യക്തി ജീവിതത്തില്, ചിലപ്പോ ഭാര്യ ഭർത്തൃ ജീവിതത്തില്, കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ പുറത്തെല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ്, വീട്ടിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ഒട്ടും ഇഷ്ടമില്ലാതെ സംസാരിക്കുന്നു, എന്ത് ചെയ്താലും കുറ്റം പറച്ചില്, അത് ചെയ്ത് പറ്റത്, അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ പുറത്തുള്ള ആളുകൾ പറയൂ, ഇതുപോലത്തെ ഒരു നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് പറയും. അങ്ങനെ ഒത്തിരി ഭാര്യമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരോടും പറയരുത്, കാരണം അവരെ പുറത്തിങ്ങനെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ പേര് പറഞ്ഞ ആരോടും പ്രാർത്ഥിക്കാനൊന്നും പറയരുത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ പുറമെ അവർക്കുള്ള ആ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അവരിങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ് അവരുടെ ജീവിതം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു രണ്ട് മുഖം വെച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോണത്. അപ്പോ ഇത് ദൈവിക ചിന്തയാണോ രണ്ട് മുഖമുള്ള ഒരു വ്യക്തി? ദൈവത്തിന് ഒറ്റ മുഖമോ അറിയുള്ളൂ അല്ലെ? ദൈവത്തിന്റെ പ്രവൃത്തിയില് ഇഷ്ടമില്ലാത്തവനോടാണെങ്കിലും ഇഷ്ടമുള്ളവനോടാണെങ്കിലും ദൈവം എതിർക്കേണ്ടത് എതിർക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും അവഗണിക്കുകയും ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിന്റെ ഒരു ദൈവം തന്റെ ആ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുന്നു അല്ലെ? അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ്ലീഹയെ നീ എന്റെ ഇടയരെ ജഗണത്തെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ സമയങ്ങളിൽ തന്നെ ഈശോയുടെ ആ മരണത്തിന്റെ സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് അങ്ങേക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ ഈശോ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, സാത്താനെ ദൂരെ പോവുക, നിന്റെ ചിന്തകൾ ദൈവീകമല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പോ ദൈവം തന്റെ അജഗണത്തെ നയിക്കുക എന്ന് പറഞ്ഞ് അഭിഷേകത്തോടുകൂടെ ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തി തന്നെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ് എന്താണ് അതിന് തൊട്ടു മുമ്പ് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാല് ഈ യേശു ആരാണെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടെയാണ് പത്രോസ്ലീഹ യേശു ആരാണെന്ന് പറയുന്നത്. പക്ഷെ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചിന്തകൾ മാറി, മാനുഷികമായ ചിന്തകൾ മാറി. മാനുഷിക ചിന്തകളായിട്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന് ഈ പ്രതിസന്ധി അങ്ങിൽ നിന്ന് മാറിപ്പോട്ടെ, നീങ്ങിപ്പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഈശോയ്ക്ക് വിഷമവും വേദനയും സങ്കടങ്ങളും വരുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാവുന്ന സങ്കടത്തിന്റെ പുറത്താണ് അങ്ങനെ പറയുന്നെങ്കിലും ഈശോ അതിനെ കാർക്കശ്യത്തോടു കൂടെയാണ് സാത്താനെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. കാരണം എന്താണ്? ദൈവിക ചിന്തയില്ലാത്തവന്റെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ട്?
ലോകചിന്തയുണ്ട്. ലോകചിന്ത എപ്പോഴും സാത്താൻ കൊണ്ടുവരുന്നതാണ് അല്ലെ. ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കും. ഇപ്പൊ നമുക്ക് ഈശോ കുരിശെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എത്ര ഭയാനകമായിരുന്നു അല്ലെ. അതെ 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 യേശു കുരിശെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ നമ്മൾ ജനിക്കാൻ പോലും അനുവദിക്കില്ലായിരുന്നു. ജനിക്കാനുള്ള അവസരം ഉണ്ടാവില്ലായിരുന്നു. നമുക്കിങ്ങനെ വചനം അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അതിനുള്ള ഒരു സ്പേസേ ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്ര മാരകമായ നമ്മൾ ജനിക്കുക എന്നുള്ളത് തന്നെ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പൊ കുരിശെടുത്തേ മതിയാകൂ എന്നുള്ളത് ഈശോയ്ക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ ജനനം മുതൽ ആ സമയം വരെ അനുഭവിച്ച എല്ലാ മാനസിക പീഡ എത്രയോ നമ്മള് വലിയൊരു വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. പക്ഷെ ഈശോ പരിശുദ്ധനായ ദൈവമായിരുന്നു. പക്ഷെ പോയി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം പാപാവസ്ഥകളുടെ ഭീകരത നന്നായിട്ട് അറിയാം. ഈശോ ഒരു പിശാചുബാധിതനെ ഡെലിവറൻസ് ചെയ്യുമ്പോഴേക്കും അവിടെ പറയുന്നുണ്ട് ബെൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഈശോയ്ക്ക് ഹൃദയം കൊണ്ട് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും നന്ദിയില്ലാത്ത ജീവിതങ്ങളാണല്ലോ, വ്യക്തികളാണല്ലോ കാരണം പിശാചാണ് അവന്റെ ഉള്ളിൽ വരുന്നത്. ദൈവിക ചിന്തയുള്ളവൻ ഒരിക്കലും അങ്ങനെ പറയില്ല അല്ലെ. ഈശോ പറയുന്ന പല ചിന്തകളും പ്രബോധനങ്ങളും കേട്ടിട്ട് ഇതുവരെ കേൾക്കാത്ത പ്രബോധനങ്ങളാണല്ലോ ഇവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വ്യത്യസ്തമാണല്ലോ. കാരണം ആളുകളിലുള്ള ദൈവീക ചിന്തകൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുകയായിരുന്നു ഈശോയുടെ പ്രബോധനങ്ങളിൽ കൂടി. അഷ്ടസൗഭാഗ്യങ്ങളില് അങ്ങനെ ഓരോ കാര്യം ഈശോ വെറുതെ പറഞ്ഞു പോവുകയല്ലോ. ഓരോ കാര്യങ്ങളും നല്ല വ്യക്തമായി ക്ലിയർ ചെയ്ത് പലതും ഉപമകളിൽ കൂടി പറഞ്ഞ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവിക ചിന്തകൾ കൊണ്ട് നിറക്കുകയായിരുന്നു. ഈ 30 വർഷം മാറി താമസിച്ചെങ്കിലും 3 വർഷം കൊണ്ട് ദൈവിക കാര്യങ്ങളും ദൈവിക ചിന്തകളും മനുഷ്യ ഹൃദയത്തിൽ കുത്തി നിറക്കുകയായിരുന്നു. പക്ഷെ അവിടെയും ഗണ്ണിക്കാനും വിരോധികളും വിപ്ലവകാരികളും വിദ്വേഷകരും ഒക്കെ ഇഷ്ടംമാരെ ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോയെ ദേവാലയത്തിൽ കൂടി ചെല്ലുമ്പോൾ ശിമയോൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഇവൻ ഇസ്രായേലിന്റെ മഹത്വമായിരിക്കും. പക്ഷെ ഇതൊരു വിവാദ പുരുഷനായിരിക്കും, വിവാദം ഉള്ള ഒരു വ്യക്തിത്വമായിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഒരു ക്രിസ്ത്യാനി ശരിക്കും പറഞ്ഞാൽ ലോകത്തിനൊരു വിവാദ വിഷയമാകണം അല്ലെ. ആകണ്ടേ? അതെ അതെ നമ്മളെ ആ ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് വാല്യൂ ഉള്ളത്? അതായത് വ്യത്യസ്തമായ, അതായത് കൃത്യതയും വ്യക്തവുമായ ഒരു ചൈതന്യം ഓരോ ക്രൈസ്തവന്റെയും ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു മതസ്ഥരൊക്കെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കുന്നതായിട്ട് ഏതെങ്കിലും രാജ്യത്തിൽ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം അല്ലാതെ വേറെ ഏതെങ്കിലും സമൂഹം ഉണ്ടോ? നമുക്ക് ഏതെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ട്? ഏത് തരത്തിലും ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ ഭീകരമായ പീഡനങ്ങളാണ് ഇന്ന് അനുഭവിക്കുന്നത്. കാരണം എന്താ കാരണം? ക്രൈസ്തവ സമൂഹം ലോകത്തിന് ഒരു കെണിയാണ് അല്ലേ. അതെ അതായത് നമ്മളിത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാവരോടൊപ്പം തന്നെ എല്ലാവരുടെയും അനുകരിച്ചും അനുസരിച്ചും ഒക്കെ അങ്ങനെ പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകും. പക്ഷെ ഇതിനൊരു പിടുത്തം വരുമ്പോ ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരുമ്പോഴാണ് നമുക്ക് എടുത്താ പൊങ്ങാൻ പറ്റാത്ത വിധം വലിയ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെടും. അതായത് നമുക്ക് രക്ഷപ്പെടാൻ ദൈവം എല്ലാ വഴികളും തന്നിട്ട് നമ്മള് രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തിനും കരുണയ്ക്കും നമ്മൾ നിന്ദ്യമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോ അവിടെ എല്ലാം എന്താ കാരണം എന്ന് വെച്ചാൽ ദൈവ ചിന്ത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ പിശാച് നമ്മളെ നന്നായിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗിക്കും. അത് ദൈവത്തിന്റെ കുഴപ്പമൊന്നുമല്ല. കാരണം നമ്മൾ സ്വീകരിച്ചത്, നമ്മൾ നിലനിന്നത്, നമ്മൾ അനുസരിച്ചത്, അനുധാവനം ചെയ്തതിന്റെ പ്രശ്നമാണ്. നമുക്ക് ഈശോ നൽകുന്ന ഇന്നത്തെ തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 22-ാമത്തെ തിരുവചനം ആണ്. യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ്
മാറിപ്പോയി വചനം. 20:22. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അടുത്ത് വെച്ച വചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവന്റെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തരും എന്തായി മാറുന്നു? ദൈവിക അനുഗ്രഹത്തിന് വിധേയപ്പെടണം അല്ലെ? ഇപ്പൊ നമ്മൾക്ക് ഒരു പിശാച് ബാധിതൻ ഏത് അരൂപിയില് ആണ് വിധേയപ്പെടേണ്ടി വരുന്നത്? പിശാചിന്റെ ബാധയുള്ളത്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയുള്ളവൻ ഏതിന്റെ അടിമയാണ്? പിശാചിന് അടിമയാണ്. പിശാചിന് അടിമയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവൻ ആരുടെ അടിമയാണ്? ദൈവത്തിന്റെ അല്ലെ? അതിന് വലിയ ചിന്തിക്കാനൊന്നുമില്ല. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അടിമത്വത്തില്. അടിമയെന്ന് പറഞ്ഞാൽ അതൊരു എന്താ, അടിമയെന്ന് പറയാൻ പറ്റില്ല. ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനിമേൽ നിങ്ങൾ ദാസന്മാരാണെന്നാ പറയുന്നത് അല്ലെ? അപ്പൊ ദാസന്മാർ സ്നേഹിതന്മാരെ പോലെയാണ്. ഇപ്പൊ അടിമത്തം വരുന്നതിന്റെ കാരണം പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കണം. പക്ഷെ ഈശോ അതിനെ ക്ലെയിം ചെയ്തത് തന്റെ തന്നെ പരിശുദ്ധമായ ശരീരം ലോകത്തിന്റെ മുമ്പില് കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ സർവ്വ മക്കളെയും വീണ്ടെടുക്കുകയും ചെയ്തത്. അപ്പോ അതുവഴി ദൈവം നൽകിയ വലിയൊരു വാഗ്ദാനമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഞാൻ പോകുന്നത് നല്ലതാണ്, അതിനാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു അല്ലെ? അപ്പൊ ഈശോ പോകാതിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാല് എന്ത് പറ്റും? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പോ ഈ ശരിക്കും പറഞ്ഞ ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ അനേകം കാര്യങ്ങള് ഈശോയുടെ മരണശേഷം അവര് ഈശോ ചെയ്യുന്നതിനേക്കാൾ അധികമായി ചെയ്തു. അത് ആരുടെ ശക്തിയിൽ കൂടിയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടിയാണ്. അപ്പോ ദൈവത്തിന് അത് അതായത് നമ്മളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ആ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാല് നമ്മൾ വളരെ പാപാവസ്ഥയിലാണ്. ജന്മം കൊണ്ടേ പാപാവസ്ഥയില്ല. അപ്പൊ പിന്നെ ജീവിതം കൊണ്ട് പിന്നെ അതിന്റെ എക്സ്ട്രാ പാപങ്ങൾ ഇങ്ങനെ കേറി കുമിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം തുടച്ചു മാറ്റുവാൻ ഒരേ ഒരു ശക്തിക്ക് സാധിക്കുകയുള്ളൂ, ഹോളി സ്പിരിറ്റിന്. ഹോളി സ്പിരിറ്റ് നമ്മളുടെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ആ സെക്കൻഡില് നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവും. ഉടനെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു അനോയിന്റിങ് ആണ് അനുദപിക്കുക എന്നുള്ള ഒരു ബ്രെയിനിലേക്ക് ഈ ആത്മാവ് റിപ്പോർട്ട് കൊടുക്കും. നീ വേഗം അനുദപിക്ക് എന്ന് പറയും. ആ സെക്കൻഡില് ആ വ്യക്തിയുടെ ആന്തരിക ചിന്തകളെ കർത്താവിന്റെ ആത്മാവിന്റെ ഒരു എന്താണ് പ്രസരിപ്പായത്. ഇലക്ട്രിക് ഷോക്ക് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുപോലെയാണ് കർത്താവിന്റെ ആത്മാവ് അവന്റെ ബ്രെയിനിലേക്ക്, അതായത് ശിരസിലെ അവന്റെ ചിന്തകളിലേക്ക്, അവന്റെ എല്ലാ അവയവങ്ങളിലേക്കും സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. അപ്പോ എന്താണ്, അവന്റെ യഥാസ്ഥിതി മനസ്സിലാക്കി അവ കരയാനും വേദനയോട് നെടുവീർപ്പിടാനും ഇടയാകും. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പിന്നെ അടുത്ത പ്രവൃത്തി എന്താണ്, ഞാൻ ആരാണെന്നുള്ള ബോധ്യം അവന് മനസ്സിലാവും. അപ്പൊ തന്നെ അവൻ അനുദപിക്കുകയും ദൈവത്തിന്റെ മുമ്പിൽ കരുണ അയച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ട്, പക്ഷെ ഇന്നാക്റ്റീവാണ്. അതായത് ആക്റ്റീവ് ആകാൻ നമ്മളെ പരിശുദ്ധാത്മാവിന് സമ്മതിക്കുന്നില്ല. കാരണം ലോകത്തിന്റെ ആത്മാവ് നമ്മളെ ഏതെങ്കിലും ഒരു ശക്തിക്ക് നമ്മളെ ഭരിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ നമ്മള് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്താല്, അതിനെ നിലനിർത്തിയാല്, നമ്മളുടെ ജീവിതത്തിൽ അതിന് അനുസരിച്ചാല് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ നമ്മൾ രാവിലെ ഒരു പാപം ചെയ്തു. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല ഉണർവോടെ ഉത്സാഹത്തോടെയൊക്കെ എഴുന്നേറ്റ, പക്ഷെ രാവിലത്തെ എന്തോ ഒരു സംഭവം കണ്ടിട്ട് നമുക്കുണ്ടായ ഒരു വിഷമം, അസ്വസ്ഥത, അലസത, അല്ലെങ്കിൽ മനസ്സിന്റെ വിഷമം, അങ്ങനെ എന്ത് വന്നാലും
നമ്മുടെ അന്നത്തെ റൊട്ടീൻസ് ഒക്കെ ഡിസോർഡർ ആകാൻ അധികം നേരമൊന്നും വേണ്ട. അല്ലേ? ഭക്ഷണം പോലും കഴിക്കാനുള്ള മനസ്സുണ്ടാവില്ല നമുക്ക്. അല്ലേ? ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. ഇല്ല. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, അങ്ങനെ എന്തെങ്കിലും രോഗം, എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ, അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടായാലും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായെങ്കിൽ പിന്നെ അങ്ങോട്ട് ചലിക്കാൻ ഒരു ഭയങ്കര പ്രയാസമായിരിക്കും. അല്ലെ? നമ്മുടെ ആത്മാവിന്റെ ഒരു ഇന്ധനമാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും നമ്മൾക്ക് യഥാർത്ഥത്തില് ശരീരത്തിന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. യഥാർത്ഥ പരിശുദ്ധാത്മാവാകുന്ന ഇന്ധനം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മള് വളരെ ഇന്നാക്റ്റീവായി പോകും. അതുകൊണ്ടാണ് നമുക്ക് വചനം പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം ഈ ലോകം തരുന്ന ചിന്തകൾ നമ്മുടെ തലയിൽ വെച്ചേക്കുന്നുണ്ട്. ദൈവം തരുന്ന ചിന്തകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ പോവാണ്. ഞാനിങ്ങനെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പ്രായമുള്ളവരുടെ കാര്യമാണ്. പ്രായമില്ലാത്തവരുടെ കാര്യം നമുക്ക് പറയാം. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ. പക്ഷെ പ്രായമുള്ള ആൾക്കാർ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവര്, എല്ലാ ദിവസവും പക്ഷെ കൈയും കെട്ടി നിൽക്കുന്നു. ഫോൺ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യൂല, സൈലന്റിൽ ഇടൂല, മ്യൂട്ടാക്കി ഇടൂല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്താണ് വെളിവില്ലേ? പള്ളിയിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്തകളും ബുദ്ധികളും ഒക്കെ ലോകം അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ്. അല്ലെ? ദൈവം അടക്കി ഭരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? പള്ളിയിലോട്ട് വരണയുമ്പോ അതിന്റെ കാര്യങ്ങള് വ്യക്തമായ ബോധ്യത്തോടുകൂടെ കയ്യിൽ ഫോണുണ്ട്. ഫോണൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതുമായ സംഭവമാണ്. പക്ഷെ ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കായലിനോട്. അല്ലെ? ഉചിതമായി എന്ന് പറഞ്ഞാല് ഉചിതമല്ലാത്തവ പ്രവർത്തിച്ചാല് നീ തിരസ്കൃതനാകും. അല്ലെ? ഉചിതമല്ലാത്തവ അല്ലെ? കായേലിന്റെയും ആബേലിന്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കായേല് നല്ലത് മാത്രം സ്വീകരിച്ചു. അല്ല, സോറി, ആബേല് നല്ലതിന് വേണ്ടി നിലകൊണ്ടു. അപ്പോ എന്ത് പറ്റി? അതിന്റെ അസൂയ മൂത്ത് കായേല് ആബേലിനെ നശിപ്പിച്ചു. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മോശമായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞ് പറയുന്നതും ഈ ഒരു അസൂയയും കുശുമ്പും കുന്നായ്മയായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ല, അത് സ്വീകരിക്കാൻ മനസ്സില്ല. കാരണം എന്താ? അവരുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഇന്നാക്റ്റീവ് ആണ്. അത്രമാത്രം മനസ്സിലാക്കിയത് അവരുടെ കുഴപ്പമല്ല. അവര് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട്, ലോകം അവരെ അടിമത്തത്തിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. അവര് പഠിപ്പിച്ചിരിക്കുന്നത് ലോകമായതുകൊണ്ട്, അവർ ദൈവകാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട്, ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചതുമായ കാര്യങ്ങൾ ലോകം കൊടുത്ത അറിവ് ആയതുകൊണ്ട്, അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട്, പരിശുദ്ധമായ ഇടങ്ങളിൽ ഞാൻ ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് ആ ഒരു ചിന്തയിൽ നിന്നും അവരെ വെട്ടിലാക്കിയ വിധത്തിൽ കെണിയാക്കിയിട്ടിരിക്കുക. പക്ഷെ ദേവാലയത്തിലാണ്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അല്ലെ? അപ്പൊ നമ്മുടെ ഈ പരിശുദ്ധാത്മാവിനെ നമ്മള് ബോധപൂർവം നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, തീയെ തൊടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും തീയെ പോയി തൊടുവോ? ഇല്ല. ഇല്ല. വെറുതെ ഇരിക്കുന്ന തീയെ തൊടൂല. കാരണം എന്താണ്? പൊള്ളും, അല്ലെ? അപ്പൊ പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുമ്പോ ആ പരിശുദ്ധിക്ക് അനുസരിച്ച് നിലകൊള്ളണം എന്നുള്ള അത് നമുക്ക് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് എന്ത് പറ്റും? നമ്മൾ ആസ് യൂഷ്വൽ മൈൻഡില് നമ്മള് ദൈവത്തെ പോയി തൊട്ടത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ തൊടുന്ന സ്ഥലം കുഴി വന്നാലും പെയിന്റ് പോയാലും അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തോടുകൂടി ഏത് രൂപത്തിൽ തൊട്ടാലും നമുക്കൊരു ആന്തരികമായ ഒരു അനുഭവം കിട്ടുന്നില്ല. കാരണം എന്താണ്? എന്റെ ഉള്ളില് തൊടുക എന്ന് മാത്രമുള്ള ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ അറിവുള്ളൂ. പക്ഷെ ഈ തൊടുകുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തുള്ളത്? നമുക്ക് ആ തൊടുന്ന ഫീൽ നമുക്ക്
ഇപ്പൊ എല്ലാവരും എന്താണ് തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും ഈ രൂപമുത്താനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായ ഇതിലാണ്. പക്ഷെ ഒന്ന് മാറി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ ചെന്ന് നിന്നാലും ആ മണ്ണില് ആ വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ അല്ലെങ്കിൽ ദൈവിക പരിശുദ്ധമ്മയുടെയോ സാന്നിധ്യമുണ്ട്. ഞാനിങ്ങനെ ചില സമയങ്ങളിലൊക്കെ ചില സമയം പെരുന്നാളിനോ അല്ലെങ്കിൽ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ണീശോയുടെ ഇതൊക്കെ വന്നപ്പോഴേക്കും ഉണ്ണീശോ തൊടാൻ വേണ്ടി എല്ലാവരും കൂടി ഇടിച്ചു പൊളിച്ചു പോണായിരുന്നു. ഞാനപ്പോ മാറുന്ന എവിടെ നിന്ന് തൊട്ടാലും നമ്മുടെ ഹൃദയം കൊണ്ട് തൊടുമ്പോ അതിലൊരു പ്രത്യേകമായ ഒരു ഫീല് നമുക്ക് കിട്ടാൻ സാധിക്കും അല്ലെ. അപ്പോ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ തൊടുന്നതും അത് എവിടെ നിന്നാലും ഇപ്പൊ നമ്മുടെ വിശ്വാസമൊക്കെയാണ് അത് നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് തന്നെയാണ്. നല്ലതെന്നല്ല, നമ്മുടെ സാഹചര്യവും നമ്മുടെ വിവേചനാശക്തിയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാലും എന്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് കേൾക്കും. അപ്പൊ അവിടെ കാരണം എന്ന് വെച്ചാല് പരിശുദ്ധാത്മാവിന് എല്ലായിടത്തും സഞ്ചരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയങ്ങളിലും ഉണ്ട്, അതേസമയം തന്നെ ഹൃദയങ്ങളുണ്ട്. അപ്പോ ഈ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ എത്രത്തോളം ഇപ്പൊ നമ്മളൊരു തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു ഒരു ഇഷ്ടമില്ലാത്തൊരു വാർത്ത കേട്ടു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നമ്മളെ മാനസികമായി വിഷമിപ്പിച്ചു, നമുക്ക് അതിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഓടി വന്ന് സഹായിക്കും. കാരണം ഏൽപ്പിച്ചിരിക്കുന്ന ആരാണ്? ദൈവമാണ് അല്ലെ. അതെ. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ എന്നാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഞാൻ സ്വീകരിക്കാത്തത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും അല്ലെ. നമ്മൾ സ്വീകരിക്കാത്തത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഉപകരണം എന്റേതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഒരു മെഷീൻ എന്റെ കയ്യിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും അത് വേണം, എനിക്കും അത് സ്വന്തമാക്കണം എന്ന് പറഞ്ഞാലാണ് അത് എന്റെ ജീവിതത്തിലും അത് എനിക്ക് സ്വന്തമായി ഉപയോഗിക്കുവാനുള്ള അവസരം കിട്ടുന്നത്. പണ്ട് എനിക്ക് കമ്പ്യൂട്ടർ എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും അറിയാൻ പാടില്ലാത്ത സമയത്ത് ഞാൻ ഒരു ഫ്രണ്ടിന്റെ ഓഫീസിൽ പോയപ്പോഴേ പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു ഒന്ന് ഓപ്പൺ ആക്കും, ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാന്ന് കീ ഒന്നും ഒന്ന് ഭയങ്കര തൊടാൻ തന്നെ ഭയങ്കര സ്വർണ്ണത്തെ തൊടുന്ന പോലെ. അപ്പൊ എന്റെ കൂട്ടുകാരത്തി പറഞ്ഞു അയ്യോ അതുമേലൊന്നും തൊടാൻ പാടില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, കാരണം നമ്മൾ തൊട്ടതും കേടായി പോയാലോ, നമുക്ക് അറിവില്ല എന്താ തൊട്ട എവിടെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പക്ഷെ ഇന്ന് എനിക്ക് കയ്യിൽ സ്വന്തമായിട്ട് സംഭവം ഒരു കാശും എനിക്ക് ചെലവാക്കാതെ എന്റെ കയ്യിലോട്ട് വന്നു. കാരണം അന്ന് എനിക്ക് ശരിക്കും വിഷമം തോന്നി വെച്ചാൽ നമുക്ക് അവരുടെ ഉള്ള അറിവ് അവര് ഉപയോഗിക്കുന്നത് ഇത്ര ഉള്ളു സംഭവമാണ്, സിമ്പിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊരു വലിയൊരു അറിവാണ് അല്ലേ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും എന്തിനു വേണ്ടി? നമ്മൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് പകരുമ്പോഴാണ് അത് കുറേയും കൂടി ഗ്ലോറി ആവുന്നത്. അപ്പോ ഈ പകരുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒരു പ്രവൃത്തി. ഈ പകർത്തുക, കൃപ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ ഒതുക്കി വെക്കാനുള്ള സംഭവമല്ല. പരിശുദ്ധാത്മാവ് തരുന്നത് ഒരിക്കലും നമുക്ക് അതുകൊണ്ടാണ് ഈ തിടുക്കത്തിലോടിയെന്ന് നമ്മൾ കേൾക്കുന്നില്ലേ പരിശുദ്ധ മറിയത്തെ പറ്റി. യൂദയ പട്ടണത്തിലേക്ക് തിടുക്കത്തിലോടി, കാരണം ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഈ തിടുക്കം കൂട്ടും, മറ്റുള്ളവർക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്ന ഒരു ആത്മാവ് കൂടിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോ ഇത് സ്വീകരിക്കാതെ എങ്ങനെയാണ്? നമുക്കത് തിടുക്കം ഉണ്ടാവില്ല, ഒടുക്കം ഉണ്ടാവില്ല. ഒരു മന്ദത. അതുകൊണ്ടാണ് അണലി സന്തതികളെ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ തണുപ്പോ ചൂടോ ഉള്ളവരായിരിക്കുക എന്ന് പറയണതൊക്കെ. എന്താന്ന് വെച്ചാല് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടി കൂടി പോയാലും കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാന് ഓർക്കാറുണ്ട്, കർത്താവേ ഇന്ന് എനിക്ക് സാധിക്കില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പ്രയറിന് കയറുന്നത്. പക്ഷെ ഓരോ കാര്യം ചെയ്തു വരുമ്പോ അത് അതിൻ്റെതായ കാര്യങ്ങളിൽ കൂടി
സ്മൂത്ത് ആയിട്ട് പോണതായിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു നല്ല ഫ്ലോയിൽ അങ്ങനെ പോണ അനുഭവിക്കാതെ വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിന് അറിയാം എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ. അപ്പോ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ശക്തനാക്കുന്നവനെ ഞാൻ അറിയണം, അനുഭവിക്കണം, അത് വിശ്വസിക്കണം, ഞാനത് സ്വീകരിക്കണം, അതിനനുസരിക്കണം. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹിക്കാനും സ്വീകരിക്കുവാനും നിലനിർത്തുവാനും. ഇപ്പോ പരിശുദ്ധാത്മാവ് നന്നായിട്ട് വർക്ക് ചെയ്യണതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് നിസ്സാരരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. വളരെ നിസ്സാരരാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ പരിശുദ്ധാത്മാവ് നന്നായിട്ട് ഉപയോഗിക്കും. നല്ലൊരു ഉപകരണമാക്കി സമൂഹത്തിനും കുടുംബത്തിനും നമ്മുടെ വ്യക്തിജീവിതത്തിന് തന്നെ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞത്. അതായത് അവർക്ക് ഒരുപാട് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വചനഭാഗത്തിലാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് 22-ാമത്തെ വചനഭാഗം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. എങ്ങനെ? അതിനു മുമ്പ് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഈശോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ബ്ലെസ്സിങ് പ്രയർ അതൊന്നും പറഞ്ഞിടുന്നത് മിക്ക ദിവസങ്ങളിലും ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് മനസ്സിന് അത്ര സ്വസ്ഥതയോ സന്തോഷമോ ഇല്ലാത്തപ്പോ ഞാൻ മനസ്സ് ചെയ്യും ഞാൻ ആരെ അനുഗ്രഹിക്കണം. എന്റെ മനസ്സ് തന്നെ കലുഷിതമാണ്. അപ്പൊ ഞാൻ ആരെ അനുഗ്രഹിക്കാൻ, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കതിനുള്ള ഒരു മനക്കരുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിയുമ്പോ ഈശോ എന്നോട് പറയും, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ അതനുസരിച്ച് പ്രവർത്തിക്കും എന്ന വചനം ഇങ്ങനെ തലയിലോട്ട്. അപ്പൊ ഞാൻ എന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ദുർബലയാണ്. പക്ഷെ എന്നെ ഏൽപ്പിച്ചതും എന്നെ വിളിച്ചതും എന്നെ കരുതുന്നതും എന്നെ സംരക്ഷിക്കുന്നതുമായ ശക്തനായ ദൈവം ആണ് എന്നെ നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയും അത് നിലനിർപ്പിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുന്നവനെ എനിക്ക് ചവിട്ടി താഴ്ത്താനും ദൈവത്തിന്റെ സഹായത്തിൽ ഞാൻ ഉയർന്നു നിൽക്കുവാനും സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ തരുന്ന ആത്മാവിന്, അതായത് ഈശോ തന്നതിനെ നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ എവിടെയൊക്കെ ഓടി നടന്നിട്ടും കാര്യമില്ല. എത്ര അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്തെല്ലാം വഴിപാട് കാണിച്ചിട്ടും കാര്യമില്ല, എന്തെല്ലാം പ്രാർത്ഥന ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മള് എവിടെ ചടഞ്ഞുകൂടിയിരുന്നാലും അനുഗ്രഹമാണ്. കാരണം നമുക്ക് അങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവ് നല്ല ഊർജ്ജസ്വലതയുള്ള ശക്തിയാണ്. നമ്മള് ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് സഹീനോട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ അവരുടെ ഭയവും വേവലാതിയും വിഷമങ്ങളും ഒക്കെ വിട്ടുപോയ ഒരു ഫ്രഷ് മൈൻഡായി, പുതിയ ജനനമായി, പുതിയ ജീവിതം. അന്ന് വരെ അവർക്ക് ഒന്നും അറിയാത്തൊരു വ്യക്തികള് വളരെ പെട്ടെന്ന് തന്നെ അവർക്കുണ്ടായ മാറ്റങ്ങൾ വചനം പറഞ്ഞു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള ഒരു മേഖല എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ അന്നത്തെ ജീവിതത്തെ, സങ്കടങ്ങളെ, വേദനകളെ എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാനായിട്ട്, നമ്മൾ വെറുതെ കൈനീട്ടിരുന്നാൽ പോലും നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളത് സാധിക്കാത്തതിന്റെ കാര്യം നമ്മളുടെ ലോകം നമ്മളിങ്ങനെ ഒരു കെണിയിൽ ഒരു അപകടമായ ചങ്ങലകളെ പൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവെ എന്ന് ചിന്തിക്കാൻ പോലും നേരം കിട്ടാറില്ല. കാരണം നമ്മൾ ജീവിത വ്യഗ്രതയിലാ, നമ്മൾ ഓട്ടത്തിലാ, ബഹളത്തിലാ, പല പല പ്രതിസന്ധികളിലാ. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലേക്കും ആത്മാവിനെ ഒന്ന് വിളിച്ചു നോക്കിയേ ദൈവം ഇടപെടുന്ന വഴികൾ നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് ഈശോയാണെങ്കിൽ ഈശോയെ ഞാൻ അനുസരിക്കുമ്പോഴാണ് കൂടുതൽ അത് അനുഗ്രഹമായിട്ട് എനിക്കത് സ്വീകരിക്കാൻ പറ്റുക. ഈശോയെ, അതുകൊണ്ടാണ് ഈശോയെ നമ്മൾ അനുസരിക്കാൻ പഠിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്റ്റീവ് ആകും.
കാരണം തന്നത് ദൈവത്തിന്റെ ശക്തിയെ തന്നെയാണ് ദൈവം നമുക്ക് സഹായകനായി തന്നിട്ടുള്ളത്. ഒരു വ്യക്തമായ ബോധ്യത്തോടു കൂടെ ആയിരിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുവാൻ, ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഉണ്ടാകുവാനുള്ള കൃപയ്ക്കായിട്ട് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ നിന്നും